ലിങ്ക്സ് അക്കാദമിയുടെ അക്കൗണ്ടൻസി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നേരത്തെ എടുത്തു നിർത്തിയിട്ടുള്ള ബേസിക് കൺസെപ്റ്റിലെ സെക്കൻഡ് പാർട്ടാണ്, അതായത് അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് എടുക്കുന്നത്. ഈ ചാപ്റ്ററിൽ ചില ഇമ്പോർട്ടന്റ് ഐറ്റംസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറിലും ഇപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ടേം ആയാലും സെക്കൻഡ് ടേം ആയാലും മോഡൽ എക്സാം ആയാലും ആനുവൽ എക്സാം ആയാലും അതിൽ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാൽക്കുലേഷൻസ്, ചില ഐറ്റത്തിന്റെ കാൽക്കുലേഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് കാൽക്കുലേഷൻസ് ഞാൻ എടുക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റലിന്റെ പലിശ കണ്ടുപിടിക്കുന്ന രീതി. ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 3 മെത്തേഡാണ്. അതിൽ 2 മെത്തേഡാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്നത്. ആ 2 മെത്തേഡാണ് നമ്മളിപ്പോ ഇന്ന് ഇവിടെ പഠിക്കുന്നത്. അവിടെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടതാണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻസ് ആണ്. ഫേമിനെ സംബന്ധിച്ചത് എക്സ്പെൻസ് ആണ്. അതായത് ഫേമിന്റെ അക്കൗണ്ടിൽ നിന്നും ഈ ക്യാപിറ്റലിന്റെ പലിശ പങ്കാളിയുടെ പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് പോകുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതുകൊണ്ട് തന്നെ അത് എക്സ്പെൻസ് ആണ്. അപ്പൊ എക്സ്പെൻസ് ആകുമ്പോൾ അതിന്റെ ജേണൽ എൻട്രി വരുന്നത് ഇങ്ങനെയാണ്: പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നും, അത് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യുമ്പോൾ എൻട്രി വരുന്നത് ഇങ്ങനെയും, എന്നാൽ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് വരിക. അതായത് ഇവിടെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻസ് ആയതുകൊണ്ട് അത് ഡെബിറ്റ് സൈഡിലും, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഫേമിന്റെ അക്കൗണ്ടിൽ നിന്ന് അത്രയ്ക്ക് തുക പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് പോകുന്നത് കൊണ്ട് അത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന എൻട്രിയില് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ഇനി നമ്മളവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കേണ്ടത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസിന്മേലായിരിക്കും. അത് വൺ വേർഡ് ആണ്, മറക്കാതെ അത് ഓർത്തു വെക്കണം. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 2 ക്യാപിറ്റൽ ഒക്കെ തരും. ഓപ്പണിംഗ് ക്യാപിറ്റൽ തരും, ഒരു ക്ലോസിംഗ് ക്യാപിറ്റലും തരും. എന്നിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വരും. അത് നമ്മളെ കൺഫ്യൂഷൻ ചെയ്യാൻ വേണ്ടി തരുന്നതാണ്. അപ്പൊ നമ്മളവിടെ കാണുന്നത് എന്താണ്? ഓപ്പണിംഗ് ക്യാപിറ്റലിന് മേലെ കാണാൻ പാടുള്ളൂ. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലിന് മേലെ നമ്മുടെ ഇൻട്രസ്റ്റ് കാണും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോഴത്തെ ജേണൽ എൻട്രി, അതേപോലെ തന്നെ ക്യാപിറ്റൽ വരയ്ക്കുമ്പോൾ അപ്പൊ ചെയ്യേണ്ട ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ വരുന്ന ജേണൽ എൻട്രീസും ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്ത് നമുക്ക് പോകാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് ഇട്ടിട്ടുണ്ട്. അതിൽ നോക്കാം: A and B are partners in a firm. Their capital account showed the balance on 1st January 2020. A rupees. A എന്ന് പറയുന്ന പാർട്ട്ണറുടെ ക്യാപിറ്റലിന്റെ ബാലൻസ് 30,000ഉം B എന്ന് പറയുന്ന പാർട്ട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ് 20,000ഉം ആണ്. During the year, A introduced additional capital rupees 1,000 on 1st June. 1st ജൂണില് എ വീണ്ടും കുറച്ച് ക്യാപിറ്റൽ കൊണ്ടുവരാണ്, ഒരു 10,000 രൂപ 1st ജൂണിലാണ് എ കൊണ്ടുവരുന്നത്. ആൻഡ് ബി rupees 15,000 ഓൺ 1st ജൂലൈ. ബി കൊണ്ടുവരുന്നത് 1st ജൂലൈയിലാണ്. എന്നിട്ട് നമ്മളോട് പറയാണ് the interest on capital is allowed 6% per annum. ക്യാപിറ്റലിന് മേലെ 6% പലിശ കൊടുക്കണം. Accounts are closed on every 31st December. ക്ലോസിംഗ് ഡേറ്റ് ഡിസംബറിലായിരിക്കും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാനിപ്പോ ക്ലോസിംഗ് ഡേറ്റ് കറക്റ്റ് ആയിട്ട് ഇവിടെ തരാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളോട് പറയും ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് 1st ജനുവരിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ക്ലോസിംഗ് ഡേറ്റ് നമ്മുടെ ഡിസംബർ ആണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് 1st ഏപ്രിലാണ് തരുന്നതെങ്കിൽ നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് 31st മാർച്ച് ആയിരിക്കും. അത് ക്വസ്റ്റിനെ തരണമെന്നില്ല, നമ്മൾ ബുദ്ധി അനുസരിച്ച് ഉപയോഗിച്ചത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. എയുടെയും കാൽക്കുലേറ്റ് ചെയ്യണം, ബിയുടെയും കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എയുടെയും വേണം, ബിയുടെയും വേണം. അപ്പൊ എയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണുമ്പോൾ ആദ്യം തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ബാലൻസ് കാണാം. ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസിന്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. അത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 30,000 ആണ്. 30,000 ഇൻറ്റു 6/100. ബിയുടെ ആണെങ്കിൽ 20,000 ഇൻറ്റു 6/100 ആണ്. അപ്പൊ ഇവിടെ 30,000 ഇൻറ്റു 6/100 എയുടെ ആണ്. അത് 1,800 രൂപ വരും. അതേപോലെ 20,000 ഇൻറ്റു 6/100 ആണ് രണ്ടാമത്തെ ബിയുടെ, അതിന്റെ 1,200 വരും.
ഇനി ഇതിനോട് കൂടി അഡീഷണൽ ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ അടുത്തത് കാണുന്നത് ഇൻട്രസ്റ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റൽ ആണ്. ഇൻട്രസ്റ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് കാണും. അഡീഷണൽ ക്യാപിറ്റൽ എയ്ഡ് 10,000 ഫസ്റ്റ് ജൂണിലാണ് അയാൾ കൊണ്ടുവരുന്നത്. അപ്പോ 10,000 into 6/100 into കൊണ്ടുവന്ന ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെ നമ്മൾ എണ്ണ എത്ര മാസം ഉണ്ട് നോക്കാം. അപ്പൊ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 7 മാസം. 7/12 വരും. ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ 350 രൂപ വരും. വരുന്നത് 350 രൂപയാണ് വരിക. ഇനി രണ്ടാമത്തെ ആള്, അതായത് ബി എന്ന് പറഞ്ഞ വ്യക്തി 15,000 രൂപയാണ് കൊണ്ടുവന്നത്. അത് ഫസ്റ്റ് ജൂലൈയിലാണ്. അപ്പൊ നമ്മള് അടുത്ത ആള് കാണുന്നത് 15,000 into 6/100 into എണ്ണ. നമ്മൾ കൊണ്ടുവന്ന ഡേറ്റ് ഫസ്റ്റ് ജൂലൈ ആണ്. ജൂലൈ മുതൽ ഡിസംബർ വരെ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസം. 6/12 450 രൂപ വരും. അപ്പൊ ഓപ്പണിംഗ് ക്യാപിറ്റലിന്മേൽ എക്ക് 1,800 രൂപ കിട്ടും. അഡീഷണൽ ക്യാപിറ്റലിന്മേൽ എക്ക് 350 രൂപ കിട്ടും. അതേപോലെ ഓപ്പണിംഗ് ക്യാപിറ്റലിന്മേൽ ബിക്ക് കിട്ടുന്നത് 1,200 രൂപയും അഡീഷണൽ ക്യാപിറ്റലിന്മേൽ ബിക്ക് കിട്ടുന്നത് 450 രൂപയാണ്. എന്നിട്ട് നമ്മൾ ടോട്ടൽ ചെയ്ത് കൊടുക്കും. 2,150 രൂപ എക്ക് വരും, 1,650 രൂപ ബിക്ക് വരും. അങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാം. അഡീഷണൽ ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് കൂട്ടണം. ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റിനോട് കൂടി അഡീഷണൽ ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്ത് കൊടുക്കുക? ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് പ്രോബ്ലം വരുന്നത് വേറെ മോഡലാണ്. ഇവിടെ നോക്കാം. നേരത്തെ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ അഡീഷണൽ ക്യാപിറ്റൽ ആണ്. ഇവിടെ നോക്കിയേ, ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ട് ഫസ്റ്റ് ജനുവരിയില് എമ്മിന്റെ 40,000 രൂപയും എന്നിന്റെ 30,000 രൂപയും തന്നിട്ടുണ്ട്. ഇനി ഓൺ ഫസ്റ്റ് ജൂലൈ 2010 എം ഹാഡ് വിഡ്രോൺ ആണ്. അവിടെ പിൻവലിക്കാണ്, വിഡ്രോൺ ആണ്. വിഡ്രോൺ ₹10,000. ഓൺ ഫസ്റ്റ് സെപ്റ്റംബർ എൻ ഹാഡ് വിഡ്രോൺ 6,000. അപ്പൊ അവിടെ സെപ്റ്റംബറിലാണ് എൻ വിഡ്രോൺ ചെയ്യുന്നത്, എന്നാൽ ജൂലൈയിലാണ് എം വിഡ്രോൺ ചെയ്യുന്നത്. അവിടെ പ്രത്യേകത നോക്കേണ്ടത് വിഡ്രോൺ ആണ്. എന്താ, അഡീഷണൽ ക്യാപിറ്റൽ അല്ല, വിഡ്രോൺ ആണ് അവിടെ. അപ്പൊ നമ്മള് ഓപ്പണിംഗ് ക്യാപിറ്റലിന്മേൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ പലിശ കണ്ടിട്ട് ഡ്രോയിങ്സിന്റെ പലിശ അതിൽ നിന്ന് മൈനസ് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കാണേണ്ടത് 2 പേരുടെയാണ്. എമ്മിന്റെ കാണണം, അതേപോലെ എന്നിന്റെ കാണണം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ കാണാം. ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ 2 പേരെ കാണാം. 40,000 into 6/100 ആണ് ഫസ്റ്റ് വണ്ണിന്റെ. 40,000 into 6/100 2,400 രൂപ എമ്മിന് വരും. എന്നിന്റെ വരുന്നത് 30,000 into 6/100 1,800 വരും. ഇതാണ് അവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതാണ് 2,400ഉം 1,800ഉം. ഇനി നമ്മൾ ഇതിൽ നിന്ന് ലെസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മൈനസ് ചെയ്ത് കൊടുക്കാം. പിൻവലിക്കുന്നതിന്റെ പലിശ മൈനസ് ചെയ്യാം. നമ്മുടെ ക്യാപിറ്റലിന്റെ പലിശ ഫേം നമുക്ക് ഇങ്ങോട്ടേക്ക്, അതായത് പാർട്ട്ണർക്ക് തരുന്നതാണ്. എന്നാൽ ഡ്രോയിങ്സിന്റെ പലിശ ഫേമിലേക്ക് പാർട്ട്ണർ കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാതെ മൈനസ് ചെയ്ത് കൊടുക്കാം. എ കൊണ്ടുവരുന്നത് ഫസ്റ്റ് ജൂലൈയില് പിൻവലിക്കുന്നത് 10,000 രൂപയാണ് പിൻവലിച്ചുകൊണ്ട് പോണത്. അപ്പോ 10,000 into 6/100
ഇൻറ്റു എണ്ണണം. ഇവിടെ ജൂലൈ ആണ്, ജൂലൈ മുതൽ ഡിസംബർ വരെ, ഡിസംബർ ക്ലോസിംഗ് ഡേറ്റ് ക്വസ്റ്റ്യനിൽ ഇല്ലെങ്കിൽ ഇവിടെ 1 ജാനുവരി ആണ് ഓപ്പണിംഗ്, ക്ലോസിംഗ് ഡേറ്റ് എന്തായിരിക്കും? ഡിസംബർ ആയിരിക്കും. അപ്പൊ 10,000 ഇൻറ്റു 6/100 ഇൻറ്റു 1 ജൂലൈ ആയതുകൊണ്ട് ജൂലൈ മുതൽ ഡിസംബർ വരെ 6 മാസം, 6/12 300 രൂപ വരും. അടുത്തത് രണ്ടാമത്തെ ആള് വിഡ്രോ ചെയ്യുന്നത് 1 സെപ്റ്റംബറിലാണ്. 6,000 റുപ്പീസ് ആണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോ 6,000 ഇൻറ്റു 6/100 ഇൻറ്റു നിങ്ങൾ എണ്ണണം. വിഡ്രോ ചെയ്യുന്ന ഡേറ്റ് സെപ്റ്റംബർ ആണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസം, 4/12 120 വരും. ഇനി മൈനസ് ചെയ്ത് കൊടുക്കാം. അതായത് ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റിൽ നിന്ന് ഡ്രോയിങ്സിന്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്ത് കൊടുക്കുക? മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2,400 നിന്ന് 300 പോകുമ്പോൾ 2,100 വരും. പിന്നെ 1,800 നിന്ന് 120 കുറയ്ക്കുമ്പോൾ 1,680 വരും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ 2 മെത്തേഡാണ്. അതായത് ഫസ്റ്റ് മെത്തേഡ് നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ ആയതുകൊണ്ട്, ഫസ്റ്റ് മെത്തേഡിൽ എ ഇൻട്രൊഡ്യൂസ് അഡീഷണൽ ക്യാപിറ്റൽ ആണ്. അതുകൊണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റിനോട് കൂടി അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്ത്? ആഡ് ചെയ്ത് കൊടുത്ത്. എന്നാൽ സെക്കൻഡ് മെത്തേഡ് വരുമ്പോൾ വിഡ്രോ ആണ്. വിഡ്രോ ആയതുകൊണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റിൽ നിന്ന് വിഡ്രോയുടെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്ത് കൊടുത്ത്? ഡ്രോയിങ്സിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ മൈനസ് ചെയ്ത് കൊടുത്ത്. 2 മെത്തേഡും തെറ്റിപ്പോകരുത്. രണ്ടും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന 2 മെത്തേഡ്സുകളാണ്. അടുത്ത നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഷുവർ ക്വസ്റ്റ്യൻ, ഒന്നെങ്കിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു കാൽക്കുലേഷൻ ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് ഫേമിന് ഇൻകം ആണ്. അതായത് പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് ഫേമിലേക്ക് കിട്ടാനുള്ള പൈസയാണ്. അതുകൊണ്ട് അത് ഇൻകം ആണ്. ഇൻകം ആയതുകൊണ്ട് അതിന്റെ എൻട്രി ഇതാണ്: interest on drawings account debtor, interest on drawings account debtor to profit and loss appropriation account. Interest on drawings account debtor to profit and loss appropriation account is an income. ഇൻകം ആയതുകൊണ്ടാണ് അത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വന്നത്. അടുത്തത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുമ്പോൾ ക്യാപിറ്റൽ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് ഫേമിന്റെ അക്കൗണ്ടിലേക്കാണ് വരിക. അതുകൊണ്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ, ഫിക്സഡ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നായിരിക്കും എൻട്രി വരിക. അത് നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഉണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ഉണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരും. എന്നാൽ ഫിക്സഡ് മെത്തേഡ് ഫോളോ ചെയ്യുന്ന സമയമാണെങ്കിൽ നമ്മൾ എഴുതും പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കും. അതെന്തായാലും ആ എൻട്രീസ് പഠിച്ചു വയ്ക്കാം. നമുക്ക് 1 മാർക്കിന്റെ 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ ചെയ്യേണ്ടതാണ്. ഇനി ഡ്രോയിങ്സ് നമുക്ക് നമ്മുടെ ബിസിനസ്സുകാരുടെ ആവശ്യത്തിനനുസരിച്ചാണ് അവർ പിൻവലിക്കുന്നത് പൈസ. ചിലപ്പോൾ അവർക്ക് ആവശ്യം മന്ത്ലി തുടക്കത്തിലായിരിക്കും, അതായത് ബിഗിനിങ്ങിലായിരിക്കും ആവശ്യം വരിക. ഇപ്പൊ ഓരോ മാസം തുടങ്ങുമ്പോൾ 1-ാം തീയതിയോ 2-ാം തീയതിയോ 3-ാം തീയതിയോ 4-ാം തീയതി ഒക്കെ ആയിട്ട് അവർക്ക് ചിലപ്പോൾ പണത്തിന് ആവശ്യം വരും. അപ്പൊ ആ സമയത്ത് അവർ പിൻവലിക്കും. ചില പാർട്ട്നേഴ്സ് ആണെങ്കിൽ മിഡിൽ പിൻവലിക്കും. അവർക്ക് ആ സമയത്ത് ഇപ്പോൾ LIC ഒക്കെ അടയ്ക്കേണ്ട സമയം ആ ടൈം ആണെങ്കിൽ ആ ടൈമിൽ അവരുടെ ആവശ്യത്തിന് അവർ പിൻവലിക്കും. ചിലവര് എൻഡിൽ പിൻവലിക്കും. പക്ഷെ ഇങ്ങനെ പിൻവലിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. റെഗുലർ എമൗണ്ട് പിൻവലിക്കും, അതായത് ഒരു ഫിക്സഡ് എമൗണ്ട് പിൻവലിക്കും. റെഗുലർ ഇന്റർവെല്ലിൽ, ഒരു ഫിക്സഡ് ഇന്റർവെല്ലിൽ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ മെത്തേഡ്, ഈ ഫോർമുല അവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബിഗിനിങ്ങിൽ എല്ലാ മാസവും തുടക്കത്തിൽ തന്നെ ഒരു നിശ്ചിത തുകയാണ് ഒരു പങ്കാളി പിൻവലിക്കുന്നതെങ്കിൽ, അതായത് ഫസ്റ്റ് ഡേ ഓഫ് ദി മന്തിലാണ് പാർട്ട്ണർ എമൗണ്ട് പിൻവലിക്കുന്നതെങ്കിൽ, ഒരു ഫിക്സഡ് എമൗണ്ട് പിൻവലിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യും. ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 6.5 ഡിവൈഡഡ് ബൈ 12 എടുക്കും. എന്നാൽ മിഡിലാണ് അയാൾ പിൻവലിക്കുന്നതെങ്കിൽ
ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 6/12 എന്നായിരിക്കും ഇക്വേഷൻ. എന്നാൽ എൻഡിലാണെങ്കിൽ ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 5.5 ഡിവൈഡഡ് ബൈ 12 എന്നായിരിക്കും. ഇതിന് പ്രത്യേകത ഓർക്കണം, ഫിക്സഡ് എമൗണ്ട് ഫിക്സഡ് ഇന്റർവെല്ലിൽ പിൻവലിക്കണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻസ് അവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻസ് ഫോളോ ചെയ്യാനായിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നോക്കാം. രാജേഷ് withdrew ₹12,000 റെഗുലർലി എവരി മന്ത്. എല്ലാ മാസവും അയാൾ 12,000 രൂപ വെച്ച് അങ്ങോട്ട് പിൻവലിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാൻ പറഞ്ഞിട്ടുണ്ട്, 12% കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് ബിഗിനിങ്ങിൽ കാണണം, മിഡിൽ കാണണം, എൻഡിൽ കാണണം. അപ്പൊ നമ്മൾ നോക്കാം, ബിഗിനിങ്ങിൽ കാണാം. ഒന്നാമത്തെ ബിഗിനിങ്ങിൽ കാണുമ്പോ ഇൻട്രസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു ഇക്വേഷൻ അതാണ്, ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു, അതായത് പിൻവലിക്കുന്നത് മന്ത്ലി 12,000 ഇൻറ്റു 12 ടോട്ടൽ ഡ്രോയിങ്സ്, അതായത് 12% പെർ ആനം, ഒരു വർഷത്തേക്കാണ് അത്. അപ്പൊ നമ്മൾ ഇതിനെന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, 1 ഇയറിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പോഴാണ് ടോട്ടൽ ഡ്രോയിങ്സ് അയക്കണം. ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു 12/100 റേറ്റ് ബൈ 100 ഇൻറ്റു 6.5 ഡിവൈഡഡ് ബൈ 12. 6.5 ഡിവൈഡഡ് ബൈ 12. ഇക്വേഷൻസിൽ നമ്മൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ 12 പോയി, ഇതും പോയി. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 9360 വരും. 9360 9,360 രൂപ അതിന്റെ ഇൻട്രസ്റ്റ് വരും. ഇനി സെക്കൻഡ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് മിഡിൽ ഓഫ് ദ മന്തിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇൻട്രസ്റ്റ് ഈക്വൽ ടു 12,000 ഇൻറ്റു 12 ഇൻറ്റു 12/100 ഇൻറ്റു 6/12. അത് മിഡിലാകുമ്പോൾ എത്ര വരും, 6/12 ആണ് വരിക. അപ്പൊ നമ്മള് ഈ 12 പോയി, ഈ 2 0 പോയി, എമൗണ്ട് 8640 വരും. 8640 ആണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. അടുത്ത നോക്കാം, തേർഡ് എൻഡ് ഓഫ് ദി മന്ത് ആണ്. തേർഡിൽ വരുന്നത് എന്താണ്, എൻഡ് ഓഫ് ദ മന്ത്. അപ്പോൾ നോക്കാം, ഇൻട്രസ്റ്റ് ഈക്വൽ ടു 12,000 ഇൻറ്റു 12. ഇപ്പോഴാണ് ടോട്ടൽ ഡ്രോയിങ്സ് കംപ്ലീറ്റ് ആവുന്നത്, ഈ 12 കൂടി എടുക്കുമ്പോഴാണ്. ഇൻറ്റു പെർസെൻറ്റേജ് നമ്മുടെ 12/100 ആണ്, ഇൻറ്റു 5.5 ഡിവൈഡഡ് ബൈ 12. ഈ 12 പോയി, ഈ 2 0 പോയി. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 77920 ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം. ഇക്വേഷൻസ് എടുക്കുമ്പോൾ ഈ ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, ഇവിടെ റെഗുലർലി എവരി മന്ത് ഇങ്ങനെ പറയുമ്പോഴാണ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ നമുക്കൊരു മോഡലും കൂടി ഉണ്ട്, അവിടെ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്ത മെത്തേഡ് ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നോക്കാം, ഇങ്ങനെ 3 തരത്തിൽ ചെയ്യാൻ പറയുമ്പോൾ ഇങ്ങനെ ഇക്വേഷൻ ഇട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇക്വേഷൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇക്വേഷനോട് രണ്ടാമത് റിപ്പീറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രം. അപ്പൊ ടോട്ടൽ ഡ്രോയിങ്സ് എടുക്കുമ്പോൾ ഒരിക്കലും 12,000 ഇൻറ്റു 12/100 എടുക്കാൻ പാടില്ല. അതിന് നമ്മൾ എന്തിലാക്കണം, ഇയർലിക്ക് കൺവേർട്ട് ചെയ്യണം. 12,000 ഇൻറ്റു 12, അപ്പൊ ഇയർലി ആയി ടോട്ടൽ ഡ്രോയിങ്സ് ആയി, ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 6.5/12. ഇതേപോലെ ആയിരിക്കണം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അടുത്ത മെത്തേഡാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വേറൊരു മെത്തേഡ്. അതായത് നമ്മുടെ പാർട്ട്ണർക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് അല്ല അയാൾ പിൻവലിക്കുന്നത്. അയാൾക്ക് ആവശ്യമുള്ള എമൗണ്ട് ആവശ്യമുള്ള സമയത്ത് പിൻവലിക്കും. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി ഇല്ല, റെഗുലർ ആയിട്ടുള്ള ഒരു പ്രവൃത്തി ആയിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ
പിൻവലിക്കണ സ്വഭാവം നോക്ക് കണ്ടാ. ഫെബ്രുവരിയിൽ കഴിഞ്ഞ മെയ്യില്, ജൂൺ 30-ന്, ഒക്ടോബർ 31-ന്, ഡിസംബർ 31-ന്. ഇതൊന്നും റെഗുലർ അല്ല, തോന്നുന്ന സമയത്താണ്. അതേപോലെ എമൗണ്ടും എന്തല്ല, ഫിക്സഡ് അല്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡ് ഇതാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ പ്രൊഡക്റ്റ് മെത്തേഡ്. കണ്ടാ, കാൽക്കുലേറ്റഡ് അറ്റ് പ്രൊഡക്റ്റ് മെത്തേഡ് ആണ്. പ്രൊഡക്റ്റ് മെത്തേഡിലെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണെങ്കിൽ ഇറഗുലർ ഇന്റർവെൽസില് ഇറഗുലർ എമൗണ്ട് പിൻവലിക്കുമ്പോൾ, അതായത് അയാൾക്ക് ആവശ്യമുള്ളപ്പോ പല സമയത്ത് പലതരം എമൗണ്ട് ആണ് പിൻവലിക്കുന്നത്, ഒരു ഫിക്സഡ് എമൗണ്ട് അല്ല, അത് ഫിക്സഡ് ടൈമിലല്ല. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊഡക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ interest equal to total product into rate by 100 into 1/12 ആണ്. ഇത് ലോ ആണ്, 1/12 ലോ ആണ്. കണ്ടോ, നേരത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ലോ കിടക്കുന്നത് ഏതാണ്, ഇതാണ്. 6.5/12 ഫസ്റ്റ് ബിഗിനിങ്ങിലെ ലോ ആണ്. 6/12 മിഡിലിൽ വരുന്ന ലോ ആണ്. അതായത് 5.5/12 കിടക്കുന്നത് എൻഡിലാണ്. ഇതൊക്കെ ലോ ആണ്, നിയമമാണ്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോ നമ്മുടെ ഈ മെത്തേഡില് ഇവിടെ നമ്മൾ ചെയ്യുമ്പോ എത്രയായി വരും, 1/12 ആണ്. ഇങ്ങനെയാണ് എങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോ ഇറഗുലർ ഇന്റർവെൽസിൽ ഇറഗുലർ എമൗണ്ട് പിൻവലിക്കുമ്പോ, തോന്നുന്ന സമയത്ത് തോന്നുന്ന എമൗണ്ട് പിൻവലിക്കുമ്പോ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്, ബൈ പ്രൊഡക്റ്റ് മെത്തേഡ് ആണ്. മറക്കരുത്, വൺ വേർഡ് ആണ്, ബൈ പ്രൊഡക്റ്റ് മെത്തേഡ്. പ്രൊഡക്റ്റ് മെത്തേഡ് കണ്ടോ, പ്രൊഡക്റ്റ് മെത്തേഡ് ആണ് അവിടെ യൂസ് ചെയ്യാം. ഇനി നമ്മള് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണം അല്ലെ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണം. ഈ പ്രൊഡക്റ്റ് മെത്തേഡില് നമുക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് 4 കോളം പ്രൊവൈഡ് ചെയ്യാം. കോളമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന യാതൊരു നിർബന്ധമില്ല. പക്ഷെ അത് ഒരേ സൈഡിൽ ഒരേ രീതിയിൽ എമൗണ്ട് വരാൻ നമ്മൾ എന്ത് ചെയ്യാണ്, കോളം പ്രൊവൈഡ് ചെയ്ത് ചെയ്യാം. അപ്പൊ നമ്മള് അടുത്ത പേജില് കോളം പ്രൊവൈഡ് ചെയ്യാണ്. പ്രൊവൈഡ് ചെയ്യുമ്പോ ഇവിടെ നമ്മള് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള മന്ത് എഴുതാനായിട്ടാണ് ഫസ്റ്റ് കോളം യൂസ് ചെയ്യാം. സെക്കൻഡ് കോളം ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള എമൗണ്ട് എഴുതാനാണ് സെക്കൻഡ് കോളം യൂസ് ചെയ്യുന്നത്. തേർഡ് കോളം നമ്മൾ യൂസ് ചെയ്യുന്നത് പീരീഡ് എഴുതാനാണ്. അതായത് നമുക്ക് ഈ പിൻവലിച്ചിട്ട് എന്ന് പിൻവലിച്ച് അത് ക്ലോസിംഗ് ഡേറ്റ് വരെയുള്ള പീരീഡ് നമുക്ക് കണ്ടുപിടിച്ചെഴുതണം. ലാസ്റ്റ് വരുന്നത് പ്രൊഡക്റ്റ് ആണ്. ഇങ്ങനെയാണ് 4 കോളം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് ഫെബ്രുവരി 1, മെയ് 1 അല്ലെ, ഫെബ്രുവരി 2000 രൂപയാണ്, മെയ് 1 5000 രൂപയാണ്. എടുത്തെഴുതാം. ഫെബ്രുവരി 1 2000 റുപ്പീസ്, പിന്നെ മെയ് 1 5000 റുപ്പീസ്. വീണ്ടും പോകാം. ജൂൺ 30 2000 ആണ്, ഒക്ടോബർ 31 6000 ആണ്. ജൂൺ 30 2000, ഒക്ടോബർ 31 6000. അടുത്തത് ഡിസംബർ 31 31 2000. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള 2 എണ്ണം. ക്വസ്റ്റ്യൻ ആണ് ഇത് രണ്ടും. ഞാൻ ഇങ്ങോട്ട് പകർത്തി വെച്ചേക്കണം, ഒരു വ്യത്യാസമില്ല. ഇത് ഫെബ്രുവരി 1 2000 രൂപ. ഇവിടെ മുതൽ ഫെബ്രുവരി നമ്മൾ നോക്കാം. ഫെബ്രുവരി ആണ് നമ്മുടെ പിൻവലിച്ചേക്കുന്നത്. നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് എന്നാണ് കൂടെ അറിയണം. ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഡിസംബറിലാണ് ക്ലോസിംഗ് ഡേറ്റ് കിടക്കുന്നത് അല്ലെ. അപ്പൊ ഫെബ്രുവരി മുതൽ, ഫെബ്രുവരിയിൽ പിൻവലിച്ച അന്ന് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെയാണ് നമ്മൾ പലിശ കൊടുക്കേണ്ടത്. അപ്പൊ നമ്മള് പീരീഡ് എഴുതുമ്പോ നമ്മള് ഫെബ്രുവരി 1 മുതൽ ഡിസംബർ 31 വരെയാണ് എണ്ണം ഉണ്ടാ. അപ്പൊ ജനുവരി ഒരു മാസമല്ല നമുക്ക് ഇല്ലാണ്ടുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇത് 11 മാസമായിട്ട് വരും. ഫെബ്രുവരി തൊട്ട് ഡിസംബർ വരെ എണ്ണണം. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ കേട്ടാ. 11 മാസം വരും. ഇനി മെയ് 1 മുതലാണ്. മെയ് 1-ാം തീയതി ആയതുകൊണ്ട് മെയ് 1 മുതൽ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 8 മാസം.
ഇനി വരുന്നത് ജൂൺ 30 ജൂൺ വേണ്ട, ജൂൺ 30, ജൂൺ കഴിഞ്ഞ് ജൂലൈ മുതൽ എണ്ണണം. ജൂലൈ മുതൽ ഡിസംബർ വരെ 6 മാസം എണ്ണി നോക്കിക്കോളണം കേട്ടോ, 6 മാസം. പിന്നെ ഒക്ടോബർ 31 ഒക്ടോബർ വേണ്ട, നവംബർ ഡിസംബർ 2 മാസം. ഡിസംബർ 31 ഡിസംബർ വേണ്ട അല്ലെ, പിന്നെ ആ വർഷം ഈ മന്ത് ഇല്ലാത്തത് കൊണ്ട് 0. ഇങ്ങനെയാണ് നമ്മൾ പീരീഡ് എടുക്കുക. ഇനി എന്ത് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻറ്റു ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ്. ഇൻറ്റു ചെയ്ത് പോവാ 11 × 2000 22,000, 5,000 × 8 40,000, 2,000 × 6 12,000, 6,000 × 2 12,000, 2,000 × 0 0. ഇനി നമ്മൾ ഈ ടോട്ടൽ പ്രൊഡക്റ്റ് എടുക്കാം. ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻറ്റു നമ്മുടെ ഇക്വേഷൻ അതാണ്. ഇക്വേഷൻ നമുക്ക് കിടക്കേണ്ടതാണ് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 × 1/12 ആണ്. ഇക്വേഷൻ കിടക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ പ്രൊഡക്റ്റ് എടുക്കുക. പ്രൊഡക്റ്റിന്റെ ടോട്ടൽ നമ്മൾ മൊത്തം ആഡ് ചെയ്യുക. 62 72 74 86,000 രൂപ ടോട്ടൽ പ്രൊഡക്റ്റ് കിട്ടി. ടോട്ടൽ പ്രൊഡക്റ്റ് 86,000 രൂപ കിട്ടി. ഇനി ഈ 86,000-ല് നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഇൻട്രസ്റ്റ് കാണും. ഇൻട്രസ്റ്റ് കാണുമ്പോ ഇൻട്രസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻറ്റു ഇക്വേഷൻ അതാണ്. ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻറ്റു 86,000 ഇൻറ്റു റേറ്റ് ബൈ 100. ക്വസ്റ്റ്യനിൽ റേറ്റ് തന്നിട്ടുണ്ട്, റേറ്റ് ബൈ 100 15%. അപ്പൊ 86,000 ഇൻറ്റു 15/100 ഇൻറ്റു 1/12. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആൻസർ കിട്ടും. ഈ 2 0 ഈ 2 0 ഈ 2 0 സ്ട്രൈക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. 860 × 15 ചെയ്യുക, ഡിവൈഡഡ് ബൈ 12 കൊടുക്കുക. 12 കൊടുക്കുമ്പോൾ 1075 വരും. 1075 ആൻസർ കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കണം. ഞാനിങ്ങനെ നിൽക്കുന്നത് ചെയ്യുമ്പോൾ എപ്പോഴും ഫുള്ളായിട്ട് കറക്റ്റ് ആവുമെന്ന് ഉറപ്പിക്കരുത്, വിശ്വസിക്കരുത്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ചെയ്ത് നോക്കുക. 86,000 × 86,000 ഇതാണ്. 86,000 × 15/100 × 1/12 ആണ്. അപ്പോൾ ഇവിടെ ഞാൻ 002 കട്ട് ചെയ്ത് 860 × 15 ഡിവൈഡഡ് ബൈ 12 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ചിലപ്പോൾ എൻ്റെ തെറ്റൊക്കെ പറ്റും. അതിനൊരുപാട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഇത് എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒക്കെ പറ്റും. അതായത് നിങ്ങൾ കറക്റ്റായിട്ട് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. ഒരിക്കലും ഇങ്ങനെ പറഞ്ഞ ആൻസർ നിങ്ങൾ വിശ്വസിക്കരുത്. ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയാണ്. കാൽക്കുലേറ്റർ ഒന്നുമില്ല ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ചില മിസ്റ്റേക്ക് ഒക്കെ വരും. അപ്പോൾ അത് കറക്റ്റ് ചെയ്തോളണം. നിങ്ങൾ തന്നെ കാൽക്കുലേറ്ററിൽ കറക്റ്റ് ചെയ്തിട്ട് ഈ ആൻസർ ഒന്ന് കറക്റ്റ് ആണോ നോക്കണം. ഇനി അടുത്തത് വരുന്നത് ഇനി നമുക്ക് ഈ ചാപ്റ്ററില് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒരു 4 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തലതിരിച്ചൊക്കെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അവിടെ വരും. ഇത് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഒരു പ്രാവശ്യം ഇട്ടതാണ്. പക്ഷെ അത് രണ്ടും കൂടി ചേർത്ത് വീണ്ടും അതൊരു ക്വസ്റ്റ്യൻ അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് എടുക്കുകയാണ്. ഇനി ഇവിടെ പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം എക്സാമിനേഷന് വരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അതാണ്. അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒന്നുകിൽ 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ ചാപ്റ്ററിലും വേണം. അഡ്മിഷൻ ചാപ്റ്ററിലെ ക്യാപിറ്റൽ അക്കൗണ്ട് വേണം, റിട്ടയർമെന്റ് ചാപ്റ്ററിലെ ക്യാപിറ്റൽ അക്കൗണ്ട്, ഡെത്തിലെ ക്യാപിറ്റൽ അക്കൗണ്ട് വേണം, അതേപോലെ ഡിസൊല്യൂഷനിലെ ക്യാപിറ്റൽ അക്കൗണ്ട് വേണം. അപ്പൊ ഇനി അങ്ങോട്ടേക്കുള്ള ഫുൾ ചാപ്റ്ററിൽ ക്യാപിറ്റൽ അക്കൗണ്ട് അത്ര ഇമ്പോർട്ടന്റ് ഉണ്ട്. അതുകൊണ്ടാണ് വീണ്ടും അത് ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അത് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് തന്നെ പോണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ആദ്യം എഴുതേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് 28,000. നെറ്റ് പ്രോഫിറ്റ് 28,000 നെറ്റ് പ്രോഫിറ്റ് എഴുതണം. ആദ്യം നെറ്റ് പ്രോഫിറ്റ് എഴുതിയിട്ട്
പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലെ ബാക്കി ചെയ്യാൻ പാടുള്ളൂ. നെറ്റ് പ്രോഫിറ്റ് എഴുതി. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് സാലറി കൊടുക്കണം. സാലറി ആണ് കൊടുക്കേണ്ടത്. എമ്മിന് സാലറി കൊടുക്കണം. 400 രൂപ വെച്ച് കൊടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. 400 × 12 4800 രൂപ ഒരു വർഷം അയാൾക്ക് സാലറി കൊടുക്കണം എന്നാണ്. പിന്നെ പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എമ്മിന് 40,000 രൂപയാണ് ക്യാപിറ്റൽ. അയാൾക്ക് 5% പലിശ കൊടുക്കണം എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. അപ്പൊ 5% പലിശ കണ്ട് 40,000 × 5/100 കണ്ട് 2,000 റുപ്പീസ് എമ്മിന് പലിശ എഴുതി. അതേപോലെ എന്നിന് 30,000 ആണ് എന്നിന്റെ ക്യാപിറ്റല്. അതിന്റെ 5/100 1,500 ആണ് ഇൻട്രസ്റ്റിന്റെ വരുന്നത്, ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് വരുന്നത്. ഇനി ഡ്രോയിങ്സ് ആണ് ക്വസ്റ്റ്യനിലുള്ളത്. ഡ്രോയിങ്സ് ഇൻകം അല്ല, എക്സ്പെൻസ് അല്ല. ഇതില് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലെ ഇൻകം ക്രെഡിറ്റ് സൈഡിലും എക്സ്പെൻസ് ഡെബിറ്റ് സൈഡിലും ആണ്. ഡ്രോയിങ്സ് ഇൻകം അല്ല, എക്സ്പെൻസും അല്ല. അതുകൊണ്ട് അത് എന്ത് ചെയ്യില്ല, അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യില്ല. അപ്പൊ നമുക്കിവിടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ 28,000 ടോട്ടൽ വരും. 28,000 ടോട്ടൽ എഴുതി. ഇതിൽ നിന്ന് നമ്മൾ ഇതെല്ലാം മൈനസ് ചെയ്ത് കൊടുക്കുക. 28,000 നിന്ന് ഇതെല്ലാം മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ 28,000 ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. 3,500 2,000 1,500 കൂട്ടുമ്പോൾ 3,500 ആയി. 3,500 4 7,500 8,300 നമുക്ക് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 28,000 നിന്ന് മൈനസ് ചെയ്യാം. 28,000 മൈനസ് 8,300 മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ 007 പിന്നെ വരും 9 വരും പിന്നെ 1 വരും. 19,700 വന്ന് പേര് കൊടുത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് പേര് കൊടുത്ത് ഇനി ഇതിനെന്ത് ചെയ്യണം, നമ്മൾ ഡിവൈഡ് കൊടുക്കണം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇത് തുക എമ്മിന് ഡിവൈഡ് ചെയ്യണം. 19,700 ഇൻറ്റു റേഷ്യോ ഉണ്ട് 3/5 ആൻസർ ഇവിടെ കണ്ടെഴുതണം. അതേപോലെ എന്നിന് 19,700 ഇൻറ്റു 2/5 കണ്ടെത്തണം. ഇത് നിങ്ങൾ ഇവിടെ വെച്ചിട്ട് മസ്റ്റാണ്. ഇത്രയും നിങ്ങൾ ചെയ്തിരിക്കണം, നിർബന്ധമാണ്. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഒരു 3 മാർക്ക്, ഒരു 4 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ഇതിന്റെ തന്നെ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചാൽ ഫസ്റ്റ് തന്നെ എഴുതേണ്ടത് ബാലൻസ് ബ്രോ ഡൗൺ, അല്ലെങ്കിൽ അത് പഴയ കമ്പനി ആണെങ്കിൽ, പഴയ സ്ഥാപനമാണെങ്കിൽ ബാലൻസ് ബ്രോ ഡൗൺ ആണ് എഴുതാം. എന്നാൽ പുതിയ സ്ഥാപനമാകുമ്പോൾ, അതായത് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ക്യാഷ് എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ ബാലൻസ് ബ്രോ ഡൗൺ എഴുതണോ ക്യാഷ് എന്ന് എഴുതണോ നമ്മൾ നോക്കണം. അതിനുവേണ്ടി നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യനില് M&N സ്റ്റാർട്ടഡ് ബിസിനസ് ആണ്. അവർ പുതിയതായി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ സ്ഥാപനത്തിലേക്ക് അവർ ക്യാഷ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, അല്ലെ? പുതിയ സ്ഥാപനമാണ്. അപ്പൊ നമ്മളത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ എഴുതേണ്ടത് ക്യാഷ് എന്നാണ്. ക്യാഷ് എന്ന് എഴുതിയിട്ട് M എന്ന് പറയുന്ന ആള് 40,000 രൂപയും N എന്ന് പറയുന്ന ആള് 30,000 രൂപയാണ് ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നത്. ഇനി നമ്മുടെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നോക്കാം. അപ്രോപ്രിയേഷൻ അക്കൗണ്ടില് നമുക്ക് വരുന്നത് ഡെബിറ്റ് സൈഡിൽ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. ഈ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഫേമിനെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്. എന്നാൽ അത് നമ്മുടെ പങ്കാളിയെ സംബന്ധിച്ച് വരുമ്പോൾ പങ്കാളിക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പണമായതുകൊണ്ട് അത് സാലറി ക്യാപിറ്റൽ അക്കൗണ്ടില് ക്രെഡിറ്റ് ആണ്. അത് എന്നിനാണ് സാലറി ഉള്ളത്. 4,800 ആണ് എന്നിന്റെ സാലറി. നമുക്ക് നോക്കാം എന്നിന്റെ സാലറി തന്നെയാണോ നോക്കാം. N is to receive salary 400 per month. എന്നിന്റെ ആണ് സാലറി. അതുകൊണ്ട് എന്നിന്റെ കോളത്തിൽ കൊടുത്തു. അടുത്തത്
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഫേമിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം പാർട്ട്ണറുടെ അക്കൗണ്ടിലേക്കാണ് വരിക. ഫേമിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം പാർട്ട്ണറുടെ അക്കൗണ്ടിലേക്കാണ് വരിക. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ക്രെഡിറ്റ് ആണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് 40,000ന്റെ 5% 2,000ഉം 30,000ന്റെ 5% 1,500ഉം. ഇനി വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ആ പ്രോഫിറ്റും പങ്കാളിയുടെ, അതായത് സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് പങ്കാളിയുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പണമാണ്. അതുകൊണ്ട് അതും എന്ത് ചെയ്ത് കൊടുക്കുക? ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ് അതിൽ കൊടുക്കേണ്ടത്. അക്കൗണ്ടിന്റെ പേരാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡിലേക്ക് കൊടുക്കുക. ആ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കിട്ടിയിട്ടുള്ള ബാലൻസിങ് ഫിഗർ ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പൊ ബാലൻസിങ് ഫിഗർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നേരെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് പോകണം, എന്നാലേ നമുക്കത് കിട്ടുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടില് 19,700 ആണ്. ഈ 19,700 3:2 ആണ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പൊ നമുക്ക് ഇൻറ്റു 3/5 ഫസ്റ്റ് പാർട്ടീസിനും 19,700 ഇൻറ്റു 2/5 സെക്കൻഡ് പാർട്ടിക്കും വരും. ഫസ്റ്റ് പാർട്ടിക്ക് 19,700 ഇൻറ്റു 3/5 വരും. അപ്പൊ 3/5 വരുമ്പോ 11,820 വരും. ഇനി 2/5 7,880. വീഡിയോ കാണുന്നവര് പ്രത്യേകിച്ച് വീണ്ടും പറയാണ്, ഇത് ഡിവൈഡ് ചെയ്ത് കണ്ടോളണം. 19,700 ഇൻറ്റു 3/5 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 5 എത്രയാണെന്ന് വെച്ച് എഴുതിക്കൊള്ളണം. അതേപോലെ 19,700 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 5 കറക്റ്റ് ആണോ എന്ന് നോക്കണം. ചിലപ്പോ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ്, നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് എമൗണ്ട് ഇട്ടോണം. ചെയ്യുന്നത് ഇങ്ങനെ തന്നെ. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലെ പ്രോഫിറ്റ് ഇൻറ്റു 3/5 ആണ്. 3:2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തോണം. ഇനി അക്കൗണ്ട് ബാലൻസ് ചെയ്യാണ്. അതാ ഇവിടെ നമുക്ക് ഡെബിറ്റ് സൈഡ് ഒന്നും വന്നിട്ടില്ല. ഇത് പാർട്ട്ണറുടെ അക്കൗണ്ടിലേക്ക് വരുന്ന തുക മാത്രമാണ്. ഫേമിന്റെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ക്വസ്റ്റ്യനിലൊന്ന് നോക്കണം, അല്ലെ? തിരിച്ച് ഫേമിന്റെ അക്കൗണ്ടിൽ നിന്ന് പാർട്ട്ണറുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇനി പാർട്ട്ണറുടെ അക്കൗണ്ടിൽ നിന്ന് ഫേമിലേക്ക് വല്ലതും കിട്ടാണ്ടോ നോക്കണ്ടേ? അത് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ നോക്കാം, വേണ്ട അവിടെ കണ്ട ഡ്യൂറിംഗ് ദി ഇയർ എം, ഇത് ഞാൻ കട്ട് ചെയ്തതാണ്. ഇതൊരു സെന്റൻസ് നമുക്ക് തെറ്റായിട്ട് വന്നിട്ടുള്ളതാണ്, സോറി. എം ₹6,000 ആൻഡ് N ₹4,500 ഫോർ ഡൊമസ്റ്റിക് പർപ്പസ് ഇസ് എ ഡ്രോയിങ്സ്. ഡൊമസ്റ്റിക് പർപ്പസ് എന്ന് വെച്ചാൽ എന്താണ്? വീട്ടാവശ്യത്തിന് വേണ്ടി M 6,000 രൂപയും N 4,500 രൂപയും പിൻവലിച്ചുണ്ടോ എന്നാണ്. അപ്പൊ അത്രയും തുക പാർട്ട്ണറുടെ അക്കൗണ്ടിൽ നിന്ന് ഫേമിന്റെ അക്കൗണ്ടിലേക്ക് വരണം. എന്താ? അപ്പൊ അത് വരുന്നത് എവിടെയാണ്? ഡെബിറ്റ് സൈഡിലാണ്. പാർട്ട്ണറുടെ അക്കൗണ്ടിൽ നിന്ന് ഫേമിന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ ഡെബിറ്റ് സൈഡിലും, ഫേമിന്റെ അക്കൗണ്ടിൽ നിന്ന് പാർട്ട്ണറുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ ക്രെഡിറ്റ് സൈഡിലും. അപ്പൊ ഡ്രോയിങ്സ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എവിടെ വരിക? ഡെബിറ്റ് സൈഡിലാണ് വരിക. അപ്പൊ നമ്മൾ അവിടേക്ക് പോകും. ഡ്രോയിങ്സ് എഴുതി നമ്മളവിടെ കണ്ടാണ്. എമ്മിന് 6,000 രൂപ ഡ്രോയിങ്സും എന്നിന് 4,500 രൂപയാണ് ഡ്രോയിങ്സ്. ഇനി നമ്മുടെ അക്കൗണ്ട് നമുക്ക് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ഞാൻ ഇതേപോലെ നിങ്ങളോട് പറയാണ്, നിങ്ങൾ കറക്റ്റ് കൂട്ടിയിടണം. ഇങ്ങനെ ഞാൻ കാൽക്കുലേറ്ററിലൊന്നും വെച്ചിട്ടല്ല ഞാൻ ആഡ് ചെയ്യണത്. അപ്പോൾ അവിടെ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് കറക്റ്റ് ചെയ്തിരിക്കണം. എന്തെങ്കിലും തെറ്റ് ഇതേപോലെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് സോറി പറയാണ്. പക്ഷെ അതൊരു ചിലപ്പോൾ വന്നുകൂടാന്നില്ല, വരും. നോക്കാം. 40,000 11,800 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 51,820 53,820 ആണ് വരിക. 53,820. ആ 53,820 ഞാൻ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്.
53,820 ഞാൻ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇതിൽ നിന്ന് 6,000 ഞാൻ മൈനസ് ചെയ്യാണ്. അപ്പൊ വരുന്നത് 47,820 ആണ്. 47,820 വന്ന് ഇനി സെക്കൻഡ് കോളം ഞാൻ ആഡ് ചെയ്യണം. 44,180 ആണ് വരിക. ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് 44,180. കാണുന്ന മക്കളെ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിക്കോളണം. ആഡ് ചെയ്തതൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. നിങ്ങൾ ആഡ് ചെയ്തോളണം. ആഡ് ചെയ്തിട്ട് ചിലപ്പോൾ അവിടെ മിസ്റ്റേക്ക് ഉണ്ടാകും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ പിള്ളേരോട് എപ്പോഴും പറയുന്നതാണ്. അത് ഏത് ക്ലാസ്സിലും +1 ആയാലും +2 ആയാലും ഡിഗ്രി ആയാലും PGക്ക് പഠിപ്പിക്കുന്ന കുട്ടികളോട് ഞാൻ പറയുന്നതാണ്. ഞാൻ ഒരിക്കലും കാൽക്കുലേറ്ററിലല്ല ആഡ് ചെയ്യണതും ലെസ് ചെയ്യണതും. ഇങ്ങനെയൊക്കെയാണ് ആഡും ലെസ്സും. അപ്പൊ അതിൽ ചില മിസ്റ്റേക്ക് ഒക്കെ വരും. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ചെയ്തോളണം. ഇനി 44,180 നിന്ന് നമ്മൾ 4,500 ആഡ് ചെയ്യും. 44,180 മൈനസ് 4,500 086. പിന്നെ ഇവിടെ 3 ആണ്, അപ്പൊ 9 ആണ്, 3 ആണ്. 39,680 ആണ്. പേര് കൊടുക്കുന്നതിന് പേര് കൊടുക്കുക. ബാലൻസ് ക്യാരി ഡൗൺ എന്നാണ്. ഇങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങളോട് പറയാണ്, നിങ്ങൾ കാൽക്കുലേറ്ററിൽ കൃത്യമായി കറക്റ്റ് ചെയ്തോളണം കേട്ടോ. കാൽക്കുലേറ്ററിൽ കൃത്യമായി ചെയ്തിട്ട് വേണം ഈ എമൗണ്ട് ഒക്കെ നിങ്ങൾ എഴുതി ടോട്ടൽ ചെയ്യാനായിട്ട്. ഇവിടെ ടോട്ടൽ ചെയ്താലൊക്കെ മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ട്. ക്ലിയർ ചെയ്തോളണം. വീഡിയോ കാണാൻ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇതില് മനസ്സിലാവാത്ത ഭാഗമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പറയുന്നതിൽ ക്ലിയർ ആവാതൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടാം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വീഡിയോ വീണ്ടും ക്ലിയർ ആക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ ഞാൻ ആദ്യമായിട്ടൊക്കെയാണ്, ഇപ്പൊ രണ്ടാമത്തെ വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. സെക്കൻഡ് വീഡിയോ കാണുക. സിമ്പിൾ ആയിരിക്കും. അക്കൗണ്ടൻസി വളരെ സിമ്പിൾ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ദർ ഈസ് നോ ഡൗട്ട്.